വയനാടിലെ മുണ്ടക്കൈ ദുരന്തം നടന്നിട്ട് ഇന്ന് 10 ദിവസം തികയുന്നു. ഈ ദിവസങ്ങളിൽ ആശുപത്രി പരിസരത്ത് സ്ഥിരമായി കണ്ടിരുന്ന ചില മുഖങ്ങളുണ്ട്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ മനുഷ്യസ്നേഹികളാണവർ. മൃതദേഹം കുളിപ്പിക്കാനും ഇൻക്വസ്റ്റ് നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കാനുമെല്ലാം പ്രായഭേദമന്യേ ഇവർ മുന്നിൽ നിന്നു. ദുരന്തം നടന്ന ആദ്യ മണിക്കൂറിൽ ഓടിയെത്തിയതാണ് അങ്കനവാടി ടീച്ചർമാരായ ഖദീജയും ലീലയും. ഇവർക്കൊപ്പം കൊടുങ്ങല്ലൂരിൽ നിന്നെത്തിയ അസീസ് കല്ലുംപുറവും ചാവക്കാട് സ്വദേശി മുനവറും കൂടി. പിന്നീട് ഊണും ഉറക്കവുമില്ലാതെ PP കിറ്റിനുള്ളിൽ മണിക്കൂറുകൾ നീണ്ട സേവനം. ഇവരെയൊക്കെ നമ്മളൊക്കെ വയനാട് ജില്ല എന്ന് മാത്രമല്ല, മനുഷ്യത്വം ഉള്ളൊടുത്തോളം കാലം എന്ന് മനുഷ്യത്വം മരിക്കുന്നുവോ ആ അവസാനം വരെ ഈ മനുഷ്യജീവികളെ നെഞ്ചോട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ആളുകൾ ഉള്ളിടത്തോളം കാലം ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നേരിടാൻ കഴിയുമെന്നതാണ് നമുക്കൊക്കെ പറയാനുള്ളത്. മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടത്തുന്ന പോലീസുകാരെ സഹായിക്കുക, മൃതദേഹങ്ങൾ കുളിപ്പിക്കുക, തിരിച്ചറിയൽ രേഖകൾ അടയാളപ്പെടുത്തുക തുടങ്ങിയ സേവനങ്ങളാണ് ഇവർ കഴിഞ്ഞ 10 ദിവസമായി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോഡികൾ വരുന്നു, ആളുകൾ വീഴുന്നു, പിന്നെ അവരെ സങ്കടങ്ങൾ മാറ്റി കൊടുക്കണം. ആ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ എല്ലാം, കാരണം നമുക്ക് കാണാൻ പറ്റാത്ത ബോഡികൾ വരെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു. 2-3 നമുക്ക് ചെയ്യാനും ബുദ്ധിമുട്ടായി. പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് പോയിട്ട് ഇത് നമ്മളുടെ ആൾക്കാരാണ് എന്ന രീതിയിൽ തന്നെ നമുക്ക് അവരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ബോഡി കാണിച്ചു കൊടുക്കാനും ഇൻക്വസ്റ്റിന് വേണ്ടി അവരെ പോലീസുകാരുടെ കൂടെ പിന്നെ ഈ 8 ഇന്നലെ മാത്രമേ ബോഡി വരാത്തുള്ളൂ, അല്ലാത്ത എല്ലാ ദിവസവും നമ്മൾ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ചെയ്തു. ഇവർക്ക് പുറമെ ഇനിയുമുണ്ട് കുറെ നല്ല മനുഷ്യർ. വിവിധ ജില്ലകളിൽ നിന്നെത്തി ദിവസങ്ങളായി ഊണും ഉറക്കവുമില്ലാതെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ മനുഷ്യസ്നേഹം കൈമുതലാക്കിയ ഹീറോകൾ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.